ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷ ക്രിയേഷൻസ്. എല്ലാ കൂട്ടുകാർക്കും ഇഷ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നൊരു എഗ് പിസയാണ്. ഓവനോ ചീസോ ഒന്നുമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് പിസയാണിത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പിസയ്ക്ക് ആവശ്യമായ ആ മാവ് തയ്യാറാക്കിയെടുക്കാം. മാവ് കുഴയ്ക്കാനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു 1/4 കപ്പ് ഇളം ചൂടുവെള്ളത്തിലേക്ക് 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതേ രീതിയിൽ പതപോലെ പൊങ്ങി വന്നാൽ മാത്രമേ നമ്മുടെ മാവ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടത്തുള്ളൂ. ഇനി നമുക്കതിലേക്ക് 1.5 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. ഓക്കെ, ഞാനിപ്പം മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം സൺഫ്ലവർ ഓയിൽ അതിൻ്റെ മേളിൽ പുരട്ടിയിട്ട്, ഒലീവ് ഓയിലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലൊന്നും എല്ലാവരുടെയും വീട്ടിലൊന്നും ഒലീവ് ഓയിൽ കാണണമെന്നില്ല, അതുകൊണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ എണ്ണ പുരട്ടിയിട്ട് നമുക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇത് മൂടി വെച്ച് ഇതിൻ്റെ മേളിൽ ഇതേപോലൊരു പാത്രം കൊണ്ട് അടച്ചു വെക്കാം. ഇനി ഇത് 1 മണിക്കൂറേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മുടെ മാവ് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ റെഡിയാക്കി എടുക്കാം. അതിന് ഞാനിവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്ന ടൊമാറ്റോ സോസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണോളം വറ്റൽമുളക് പൊടിച്ചുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് പിസയ്ക്ക് ആവശ്യമായ ഒരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. അതിനായി ചൂടായ പാനിലേക്ക് 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നു. ഇനി ഇത് കട്ട പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒരുവിധം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അല്പം കുരുമുളക് പൊടി. അപ്പം നമ്മുടെ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ നമ്മുടെ സോസ് കുറുകിയാൽ മതി. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ മാവ് റെഡിയായോ നോക്കാം. കണ്ടോ, നമ്മുടെ മാവ് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ അത് കുഴച്ചെടുക്കാൻ അല്പം പാടാണ്. അപ്പം നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുക. അതിന് അല്പം എണ്ണ നമ്മുടെ കൈ പുരട്ടിയതിന് ശേഷം ഇത് കുഴച്ചെടുക്കുക. അപ്പം ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തി തടി കൊണ്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. എന്ന് പറഞ്ഞാൽ തീരെ കനം കുറഞ്ഞ് പരത്തരുത്. അപ്പം ഞാൻ ഏകദേശം എൻ്റെ കയ്യിലിരിക്കുന്ന പാനിൻ്റെ അളവിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പാനിൽ അല്പം സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന മാവ് നമ്മുടെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾ എടുക്കുന്ന പാനിൻ്റെ അളവ് വേണം നമ്മൾ മാവ് പരത്തി എടുക്കാൻ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വറ്റൽമുളക് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ടൊമാറ്റോ സോസ് നമ്മുടെ ഈ പിസയുടെ മാവിലേക്ക് നമുക്ക് പുരട്ടി കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു 3 മുട്ട നന്നായിട്ട് അടിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് പിസയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ നമുക്കൊന്ന് കറക്കി എടുത്തു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ക്യാരറ്റ്, സവാള, തക്കാളി, ബീൻസ് ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ സോസ് എല്ലാം നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പഴയ പാന് ഇതുപോലെ ഗ്യാസ് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. അന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം ഈ പാനിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പിസ്സ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലൊരു അടപ്പ് പാത്രം കൊണ്ട് അടച്ചു വെക്കണം. അപ്പം നമ്മളിത് വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ 20 മിനിറ്റോളമായി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. മാത്രമല്ല, ഞാൻ എൻ്റെ മെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എൻ്റെ ഏതെങ്കിലും റെസിപ്പികളോ ക്രാഫ്റ്റുകളോ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചേഴ്സ് നമ്മുടെ മെയിൽ IDയിലോട്ട് അയക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വ്യത്യസ്തമായ വീഡിയോകളുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ ബൈ.